ഗൈസ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം 27 ജൂലൈ പുലർച്ചെയാണ് സമയം വരുന്നത് 2:25. പുലർച്ചെ 2 മണിക്ക് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നുമില്ല. നാളെ രാവിലെ 6 മണിക്ക് ശേഷം ഈ സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. സ്പോട്ടിൽ വീഡിയോ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. സാധനം കസ്റ്റമർക്ക് അർജൻറ്റായിട്ട് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ തന്നെ ഡയറക്റ്റ് ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. രാവിലെ ഒരു 7 മണി 8 മണിക്ക് എന്തായാലും ഇറങ്ങി സാധനം എന്തായാലും ഉച്ചയ്ക്ക് മുന്നേ കസ്റ്റമറുടെ വീട്ടിലേക്ക് എത്തിക്കണം. ഇതിൽ സെയിലായേക്കണത് ഈ ലെഫ്റ്റ് റൈറ്റും സ്റ്റീരിയോ 2 ബോക്സാണ് സെയിലായേക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിറ്റ് ചില നേരത്ത് വർക്ക് ചെയ്യണല്ലോ. ഐ മീൻ ഫുൾ ഓൺ ആവും, പക്ഷേ സൗണ്ട് ഔട്ട്പുട്ട് ഇടയ്ക്ക് മാത്രം വരണുള്ളൂ. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഡാമേജ് എന്ന് പറഞ്ഞ രീതിയിൽ വേറെ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. ഇതും അതുപോലെ തന്നെ ഈ മുകളിലിരിക്കുന്ന പ്രൊഡക്റ്റും ഇത് എക്സ്ചേഞ്ച് വന്നേക്കണതാണ്. അപ്പോൾ ഇതിൻ്റെയും വർക്കിംഗ് കറക്റ്റ് അല്ല, ഇതിൻ്റെയും വർക്കിംഗ് കറക്റ്റ് അല്ല. പക്ഷെ ഇത് രണ്ടും നല്ല കിഡ് വർക്കിംഗ് ഉള്ള ബോക്സാണ്. അത് രണ്ടും ഇപ്പോൾ സെയിലായിട്ടുണ്ട്. സെയിൽ വിത്ത് മണിയാണ്. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ വേറെ പ്രൊഡക്റ്റും കൂടെ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ അതായിരിക്കും. നമ്മൾ ബാക്കി വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാം. ഇൻസ്റ്റയിൽ കാണുന്നവരാണെങ്കിൽ തമിഴ്നാട്ടിൽ കണ്ടു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇനി വരാൻ പോണ ഐറ്റംസ് കിടലായിട്ടാണ്. ഇത് കൊടുക്കുന്നു, നമ്മൾ അടുത്ത 2 പ്രൊഡക്റ്റ് എടുക്കുന്നു അതേ കസ്റ്റമറിൻ്റെ. അതുപോലെ തന്നെ ഇനി നമുക്ക് നാളെ കൊറിയർ അയക്കാനും ഉണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യണം. നമ്മൾ ഇട്ടുണ്ടായിരുന്ന അക്കായുടെ ഈ 2 ബോക്സും സെയിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു മെസ്സേജ് അയക്കണ്ട. ഇതൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ മാത്രമുള്ള കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അക്കയുടെ ബോക്സ്. അതുകൊണ്ടാണ് ജസ്റ്റ് 2 സ്റ്റോറി ഇട്ട് പെട്ടെന്ന് തന്നെ ഒഴിവാക്കിയത്. അതുപോലെ തന്നെ വേറൊരു ചെറിയ പ്രോഡക്റ്റ് ഇരിക്കുന്നത് ഐവയുടെ സിംഗിൾ സ്പീക്കർ മാത്രമേ നമ്മൾ എടുത്തിട്ട്. ഇത് 1 2 3 4 പിന്നെ ഇതിൻ്റെ മുകളിലൊരു സ്പീക്കർ കൂടി വരും. ടോട്ടലി 5 സ്പീക്കർ വരുന്ന സിംഗിൾ ബോക്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതും മുന്നേ എക്സ്ചേഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇതും എക്സ്ചേഞ്ചിന് സാധനം എടുക്കും, പിന്നെ സെയിൽ ചെയ്യാൻ വേണ്ടി അതവിടെ വെറുതെ ഇരിക്കലായിരിക്കും, പൊടി പിടിച്ചിരിക്കലായിരിക്കും. അപ്പോൾ ഇത്ര ഐറ്റംസ് കറൻ്റ് ഉണ്ട്. ഇത് ആൾക്കാർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇനി ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചെറിയ ബോക്സിൻ്റെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. വലുതിൽ അഡ്രസ്സ് എഴുതിയിട്ടില്ല, നമ്മൾ ഡയറക്റ്റ് കൊണ്ടുകൊടുക്കണം. കാരണം ഇതെടുത്തേക്കണത് ഇത് ഫുൾ അഡ്രസ്സ് കാണിക്കുന്നില്ല, വിജയൻ എന്ന് പറഞ്ഞൊരു പേരിലേക്കാണ് ഇത് പോണേ. നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഓഡിയസിസ് 9496988414. നമ്മുടെ സ്ഥലം വരുന്നത് ഗുരുവായൂരാണ്. അപ്പോൾ ഇനി ഇതുകൂടി കാണിച്ചു തരാം. ഇനിയിപ്പോൾ സൈഡിലുള്ളത് ഈ സെൻട്രൽ യൂണിറ്റ് ഉണ്ട്. ഈ യമഹയുടെ ഒരു AVR എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് MC700. ഈ സാധനം കസ്റ്റമർ ഇത് ഇമ്പോർട്ട് ആയിട്ടാണ് പുറത്തുനിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 110 വോൾട്ടിലേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന 240 കൊടുത്തപ്പോൾ സംഗതി ഷോർട്ട് ആയേക്കണതാണ്. അപ്പോൾ ഇതാള് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓപ്പൺഡാണ് അപ്പോൾ, പക്ഷേ നന്നാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ടെക്നീഷ്യന്മാർക്ക് നന്നാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇതും അതുപോലെ തന്നെ ഇടയ്ക്ക് സൗണ്ട് ഔട്ട്പുട്ട് വർക്ക് ചെയ്യണല്ലോ. ബാക്കി എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യും. ഡിസ്പ്ലേ ഓൺ ആവും, വോളിയം നോബിൻ്റെ കൊടുത്ത LED കാര്യങ്ങളൊക്കെ കത്തും, ഒരു കുഴപ്പമില്ല, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ സൗണ്ട് ഔട്ട്പുട്ട് ചില നേരത്ത് കട്ടാവുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലൈൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെ, വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്നുള്ള രീതിയിലുള്ള പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഇതിൻ്റെ NIO HD എന്നോട് എഴുതിയിട്ടുണ്ട് കേട്ടോ, വൈഫൈ. ഇത് ഡയറക്റ്റിന് വൈഫൈ സ്ട്രീമിംഗ് വെച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ സാധനത്തിനെ കുറിച്ച് പഠിക്കാൻ നോക്കിയിട്ട് യൂട്യൂബിൽ പോലും ഇതിൻ്റെ വീഡിയോ ഇല്ല. അത്രയും റയർ കണ്ടീഷൻ ആയിട്ടാണ്. ബാക്ക് സൈഡ് കാണിച്ചു തരാം. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല. കാണാൻ ഭയങ്കര സ്ലിമ്മാണ്, ഭയങ്കര ചെറുതാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫുള്ള് കണക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ള ഓൾറെഡി ആംപ്ലിഫയർ സെറ്റിങ്സും ഉണ്ടാവും. ഓൺലൈനിൽ നിങ്ങൾക്ക് ഡാറ്റ ഷീറ്റ് ചെക്ക് ചെയ്യാം. മോഡൽ നമ്പർ ഇതാണ്. ഇത് വെച്ച് ഡാറ്റ ഷീറ്റ് ചെക്ക് ചെയ്യാം. യമഹ YMC700 6 ohms ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. സബ് ഊഫറിൻ്റെ പ്രീ ഔട്ട് ഉണ്ടാവും. ഓഡിയോ ഇന്ന് ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ HDMI ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ ഇതും നമുക്ക് എക്സ്ചേഞ്ച് വന്നേക്കുന്നതാണ്. ഇവിടെ എവിടെയോ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഇൻപുട്ട് 110 കൊടുക്കാൻ പാടുള്ളതുണ്ട്. അപ്പോൾ അത് മാറിക്കൊടുത്തതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് അയക്കണത്. ഇതിൻ്റെ മോഡൽ നമ്പർ വെച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ ഏറെക്കുറെ 40,000 60,000 എന്തോണം അതിൻ്റെ റേറ്റ് കാണിക്കുന്നത് പുതിയതിന്. പക്ഷേ ഇത് ഓൾറെഡി ഡാമേജ്ഡ് പീസാണ്. അപ്പോൾ നമ്മൾ സ്ക്രാപ്പ് റേറ്റ് പോലെ കൊടുത്ത് ഒഴിവാക്കേണ്ടി വരും. അത് ഇതേപോലത്തെ നിങ്ങളുടെ അടുത്ത് ഇനി വലുത് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് സ്പെയർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ അത് ഈ സീരിയൽ നമ്പർ നോക്കി വെച്ചോ, ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. ഭാവിയിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു മോഡൽ കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കത്തുമായിരിക്കും.
അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് MHC-RV7D. അപ്പോൾ ഇതിലും ഇതിൻ്റെ സ്പീക്കർ ഇപ്പോൾ രണ്ടും സെയിലായി. നമുക്ക് ഇനി നിലവിൽ വേറെ ഹൈഫൈ സിസ്റ്റംസ് ഒന്നും ഇപ്പോൾ സെയിലിനില്ല. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ ഐവാഡ് ഈ ഒരു ബോക്സ് കൊണ്ട് തരാം. സാധനം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല, ജസ്റ്റ് പൊടി പിടിച്ചിട്ടിരിക്കുകയാണ്. വർക്കിംഗ് ആണെല്ലാം, എടുക്കുന്ന സമയത്ത് ഞാൻ വർക്കിംഗ് ആണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇത് ഡീൽ ഇതാണ്. ഇത് രണ്ടും എടുക്കുന്നവർക്ക് ഇത് ഫ്രീ. പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വലിയ കാര്യമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിക്കണേക്കാളും റേറ്റ് കുറഞ്ഞ് നമുക്ക് എന്തായാലും തരാൻ പറ്റും. ആവശ്യക്കാരനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ, നമുക്ക് നോക്കാം. പിന്നെന്താ, അപ്പം ഇനി രാവിലെ ആവട്ടെ, സൂര്യൻ വരട്ടെ, ഇത് കൊണ്ടേ കൊടുക്കാം. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇത് രണ്ടും വാങ്ങുമ്പോൾ ഇത് ഫ്രീ ആന്ന് പറഞ്ഞു. മിക്ക ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു 100 ആളിലെ ഒരു 2-3 ആൾക്കാർ സഹതാപം കൊണ്ടുവന്ന് നമ്മളെ അങ്ങോട്ട് മയക്കി കളയും. എന്തായാലും നീ അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വെച്ചേക്കണതല്ലേ, അതെനിക്കിതായോ, ഒരാളെങ്കിലും കൂടുതൽ പാട്ട് കേൾക്കട്ടെ, അതത്രയും നല്ലൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് വരും. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചോദിക്കല്ല, ഞാൻ ചിലപ്പോൾ തന്നു പോവും. ഇത് രണ്ടും വാങ്ങണവർക്ക് തന്നെയാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കണല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ട് പോകട്ടോ. പക്ഷേ മിക്കവാറും അങ്ങനെ ചോദിച്ചു വരുന്ന ആൾക്കാർ ഗംഭീര കച്ചവടക്കാരായിരിക്കും. അവരുടെ ഓൾറെഡി ഇതിൻ്റെ വേറെ പെയർ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഇവർ ഇത് എൻ്റെ എന്ന് പറഞ്ഞാൽ വാങ്ങും. അവരുടെ ഉള്ള ഒരു റൈറ്റ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് അവരുടെ ഉണ്ടാവും, ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഇതും പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോകും. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ല ഉഷാർ റേറ്റിന് വിൽക്കാട്ടേക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നമുക്ക് വിഷയമില്ല, നമ്മൾ പോട്ടേന്ന് വിചാരിച്ച് കൊടുത്തു കൊടുക്കുന്ന സാധനങ്ങളാണ്. ഐവയുടെ കേസ് അല്ലാടെ പറഞ്ഞത്. അങ്ങനെ ഒരു സോണിയുടെ ഒരു ഹൈഫൈയുടെ ഒരു ബോക്സ് എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി. VX555 ബോക്സാന്ന് തോന്നുന്നുണ്ട്. അത് നിസ്സാര റേറ്റിന് കൊണ്ടുപോവുക. അവരുടെ എന്നുവെച്ചാൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ, നിങ്ങൾ കച്ചവടത്തിനാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നോണ പറഞ്ഞ് കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാവരും നിങ്ങളും വിൽക്കാടുന്നത് സോഷ്യൽ മീഡിയയിലാണ്, ഞാനും വിൽക്കാടുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും കാണും, ആരെയും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. കൂടി വന്നാലും ബ്ലോക്ക് ചെയ്യുക. മീൻസ് ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം, ഇത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതെന്ന് മാത്രം. എന്തായാലും അങ്ങനെ കൊണ്ടുപോയ ചേട്ടാ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടാവും. ചേട്ടാ വിഷയമൊന്നുമില്ല, നമുക്ക് എല്ലാവരോടും സ്നേഹം മാത്രം. ചേട്ടാ ഇനിയും വേണമെങ്കിൽ ചോദിച്ചോ, ഇനിയും ഞാൻ തരും. ഒരു കുഴപ്പമുള്ള കേസല്ല. അടുത്ത കേസ് അഡ്വാൻസ് അയച്ചുതരുന്ന സാധനങ്ങൾ, അതായത് അഡ്വാൻസ് ചെയ്ത സാധനങ്ങൾ മാക്സിമം ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക, അല്ലെങ്കിൽ കൊറിയർ ചെയ്യാൻ പറയാം. ഇതിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 1 മാസമായി. ഇതെനിക്ക് വേറെ ആൾക്കോട്ട് കൊടുക്കാനും പറ്റില്ല. ഇത് എൻ്റെ വീട്ടിൽ വെറുതെ സ്പേസ് കൺസ്യൂം ചെയ്തിരിക്കുകയാണ് ചെയ്യുക. ആഡ് ഡിലീറ്റ് ചെയ്യാൻ പറയും. അഡ്വാൻസ് ഒരു 100 150 200 മാക്സിമം 500 അഡ്വാൻസ് ഇടും. അവിടെ ഇരിക്കും. പിന്നെ ആളുടെ ഒരു വിവരം ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടിലില്ല, ഞാൻ വരാം, വന്നെടുത്തോളാം. മറ്റേ നമ്മുടെ വീട് ഗുരുവായൂരിൻ്റെ അടുത്തായിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയണതാണ്, ഞാൻ ശ്രീകൃഷ്ണനെ കാണാൻ വരുന്നുണ്ട്, വരുമ്പോൾ ആ വഴിക്ക് വരുമ്പോൾ എടുക്കാം. കൊറിയർ അയക്കുമ്പോൾ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്, ബസ്സിൽ കൊടുത്തു വിട്ടാൽ ചിലപ്പോൾ അത് ഇവിടെ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ 100 കാരണങ്ങളുണ്ടാവും. പരമാവധി മാക്സിമം അഡ്വാൻസ് ചെയ്യുക, സാധനം പാക്ക് ചെയ്ത് ഫോട്ടോ അയച്ചു തന്നാൽ പൈസ ഇടുക, പിറ്റത്തെ ദിവസം സാധനം കൊറിയർ, അല്ലെങ്കിൽ കൊറിയറിൻ്റെ ട്രാക്കിംഗ് ID അയക്കുമ്പോൾ ഫണ്ട് ഇട്ട് തരിക. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക, മാക്സിമം പെട്ടെന്ന് കൊണ്ടുപോവുക. എന്തായാലും ഇതിപ്പോൾ ഇനി കസ്റ്റമർ തിരിച്ചു വരുമെന്ന് അറിയില്ല. അഡ്വാൻസ് നമ്മുടെ കയ്യിൽ കിട്ടി, പാക്ക് ചെയ്ത് വെച്ചു, അതവിടെ ഇരുന്നു. അപ്പം അങ്ങനെയുണ്ട്. ഇത് രണ്ടും 2 ആൾക്കാരുടെ പ്രതീകമായിട്ട് ഞാൻ അങ്ങനെ വെച്ചേക്കാണ്. ഇനി ഇത് അടുത്ത വേറെ പ്രതീകമായിട്ട് പോകാൻ പോണ സാധനങ്ങളാണ്. അപ്പോൾ ഓക്കെ, ഇനി യാത്രയിലേക്ക് പോവാം. പിന്നെ വിചാരിച്ച പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ട താമസം അതേ പിന്നാലെ വന്നു. ഒരു വിധത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് നനയ്ക്കാണ്ട് നമ്മൾ ബസ്സിൽ കയറി. ബസ് പിന്നെ ഹൈവേയിൽ കയറിയതോടുകൂടി 85ൻ്റെ താഴത്തേക്ക് വണ്ടി വന്നിട്ടില്ല. 90യിലാണ് ഇവിടെ സ്പീഡ് ബ്രേക്കർ സെറ്റ് ചെയ്തേക്കണതുകൊണ്ട്. സംഗതി KSRTC ആണ്. ഈ ഫൈബർ ഗ്ലാസ് വണ്ടീനേക്കാളും എനിക്ക് കുറച്ചും കൂടി താല്പര്യം ഈ ഫുൾ ഓപ്പൺഡ് എയർ ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുന്ന ഒരു ഫുൾ ഫീലില്, ആ പ്രദേശം മൊത്തം എയർ കൊണ്ട് ഉള്ളിലേക്ക് കയറണം ബസ്സിൻ്റെ ഉള്ളിൽ. ഇപ്പോഴത്തെ പുതിയ വണ്ടികളിൽ കിട്ടുന്നുണ്ട്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഒരു 100 വരെ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. അത് ഇറക്കത്തിലാണ്, ജസ്റ്റ് ഇറക്കത്തിൽ സ്പീഡ് ബ്രേക്കർ ബന്ധമില്ലാന്ന് തോന്നുന്നുണ്ട്. ഫുൾ ഹൈവേ ആയതുകൊണ്ടും വലിയ കുഴപ്പമില്ലാത്ത സ്പീഡിൽ വന്നുകൊണ്ട് കൂടി കറക്റ്റ് നമ്മൾ ടൈമിൽ എത്താൻ പറ്റി. നമ്മുടെ പ്രൊഡക്റ്റ് കറക്റ്റ് 12 മണിക്ക് മുന്നേ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞ പോലെ തന്നെ 12 മണിക്ക് മുന്നേ പ്രൊഡക്റ്റ് അവിടെ എത്തിച്ചു. ഇനി കസ്റ്റമർക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. കസ്റ്റമർക്കായുള്ള വെയിറ്റിംഗ് മാത്രമല്ല, നമുക്കൊരു പ്രൊഡക്റ്റ് എടുക്കാണ്ട് അതിനും കൂടിയുള്ള വെയിറ്റിംഗ് ആണ്. ഈഗേളി വെയിറ്റിംഗ്. ബാക്കി ഫണ്ട് സെറ്റിൽ ചെയ്തു, നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു, തിരിച്ചു നടന്ന് എത്തി.
ബസ് സ്റ്റാൻഡിലേക്ക് നടന്നെത്തിയതും നമ്മൾ കാത്തത് ഫാൻസി നമ്പർ KSRTC തിരിച്ച് റിട്ടേൺ പിക്കപ്പിന്. കറക്റ്റ് 12:08, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉള്ളിൽ നമ്മുടെ കച്ചവടം കഴിഞ്ഞു. നമ്മൾ തിരിച്ചെടുത്ത വണ്ടിക്ക് കയറി. വർഷങ്ങളായിട്ടുള്ള KSRTCയുടെയും വാട്ടർ അതോറിറ്റിയുടെയും കൊളാബറേഷൻ ഇതുവരെ അവസാനിക്കാത്ത കാരണം മഴ ഒട്ടും നമ്മൾ മിസ് ചെയ്യില്ല. ഉള്ളിലിരിക്കുകയാണെങ്കിലും കറക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ്, നടുവിലിരിക്കുന്ന പ്രൊഡക്റ്റ് വരെ നനഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇനി നമുക്ക് അടുത്ത ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ബസ് ഇതേ വന്നു. നമ്മൾ സാഹസികമായിട്ട് നമ്മുടെ പെട്ടി നമ്മളെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതും വേണമെങ്കിൽ സെയിൽ വീഡിയോ ആയിട്ട് അടുത്തത് ചെയ്യാം. അപ്പോൾ സംഗതി അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ നിർത്തുന്നില്ല, ഇനിയുണ്ട്. ഇത് നമ്മൾ ശ്രീഗോകുലം വഴി അയക്കാൻ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ പിൻകോഡ് നോക്കിയപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വീടിൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ പെട്രോൾ ചാർജ് നമ്മുടെ കൊറിയർ ചാർജിനേക്കാളും കുറവായ കാരണം ഇത് നേരിട്ട് കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പോകുന്ന സമയത്തുള്ള വിഷ്വൽസാണ്. ഇപ്പോൾ ക്ലൈമറ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ തോന്നില്ല, അങ്ങനത്തെ വെയിലാണ്. ഒരു 15 മിനിറ്റ് 5 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും തെപ്പേരും മഴ. എന്തൊക്കെ തടസ്സങ്ങളായാലും നമ്മൾ അവസാനം പ്രൊഡക്റ്റ് നമ്മൾ കറക്റ്റ് പറഞ്ഞ ടൈമിന് കസ്റ്റമർക്ക് എത്തിച്ചു. പക്ഷെ മഴ ഇങ്ങനെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. എന്തായാലും നമ്മൾ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പാർട്ട് 2 ആയിട്ട് പിന്നെ കാണാം.